കൊമ്പൻ ചെല്ലിയും അതുപോലെ തന്നെ മറ്റൊന്ന് ചെമ്പൻ ചെല്ലിയുമാണ്. ഇവയുടെ നിയന്ത്രണം കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ വരും തലമുറയ്ക്കായി നമുക്ക് തെങ്ങിനെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ തെങ്ങിനെ ആക്രമിക്കുന്ന ഈ ശത്രുകീടത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവാണ്. അപ്പോൾ ഒറിക്ടസ് റൈനോസറസ് എന്ന ശാസ്ത്രനാമത്തിൽ പോളിയോപ്റ്റർ വിഭാഗത്തിൽ വരുന്ന ഒരു വണ്ടാണ് കൊമ്പൻ ചെല്ലി. അപ്പോൾ ഇതിന് നമുക്ക് ഏവർക്കും പരിചിതമാണ്. കറുത്ത നിറത്തിലുള്ള ചെറിയൊരു കൊമ്പോട് കൂട്ടിയിട്ടുള്ള വണ്ടാണ് കൊമ്പൻ ചെല്ലി. ഇതിന്റെ ആക്രമണം മൂലം നമുക്ക് തെങ്ങിൽ ത്രികോണാകൃതിയിൽ വെട്ടിയ ഓലയിൽ മുറിപ്പാടുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രൂക്ഷമായ ആക്രമണമുള്ള തെങ്ങുകളിൽ നാമ്പോലയ്ക്ക് ചുറ്റും ചവച്ചു തുപ്പിയ വേസ്റ്റ് പുറത്തേക്ക് വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ചിലപ്പോൾ മടലിനകത്ത് സുഷിരങ്ങളുണ്ടാവും, ഹോൾസ് ഉണ്ടാവും, കുത്തിയ പാടുകൾ ഉണ്ടാവും, ചവച്ചു തുപ്പിയ വേസ്റ്റ് പുറത്തേക്ക് വരുന്നുണ്ടാവും, നാമ്പോല ത്രികോണാകൃതിയിൽ വെട്ടിയ ലക്ഷണങ്ങളുണ്ടാവാം. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കുന്നത് കൊമ്പൻ ചെല്ലിയുടെ വണ്ടുകളാണ്, അഡൽറ്റാണ്. അപ്പൊ ആ വണ്ട് വന്ന് കൊമ്പൻ ഇത് കുത്തിയിട്ട് അതിനകത്തേക്ക് കയറുകയും അവിടെ ഇരുന്ന് തിന്ന് മുറിപ്പാടുണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ജീവിതചക്രത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയുകയാണെങ്കിൽ ഇതിന്റെ വണ്ട് മുട്ടയിടുന്നത് വളക്കുഴികളിലാണ്. അപ്പൊ ഇതിന്റെ പ്രജനന കേന്ദ്രം എന്ന് പറയുന്നത് ചാണകക്കുഴി അഥവാ കമ്പോസ്റ്റ് കുഴികളിലാണ്. ഇത് മുട്ടയിടുന്നതും മുട്ട വിരിയുന്ന പുഴുക്കൾ ഉണ്ടാവുന്നതും അതുപോലെ തന്നെ സമാധി ദശയും കാണുന്നത് വളക്കുഴികളിലാണ്. ചാണകക്കുഴികളിൽ കാണുന്ന പുഴുവിനെ ഉണ്ടളപ്പുഴു എന്ന് ലോക്കലായിട്ട് പറയും. അപ്പൊ ഇതാണ് കൊമ്പൻ ചെല്ലിയുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പുഴുക്കൾ. അപ്പൊ ഇപ്പൊ നമുക്ക് ഇതിന്റെ നിയന്ത്രണം ചെയ്യാൻ ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് പ്രജനന കേന്ദ്രത്തിലുള്ള ഇതിന്റെ ഇമ്മച്യൂർ സ്റ്റേജസ്, അതായത് യങ് സ്റ്റേജസിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരള കാർഷിക സർവകലാശാല ഒരു മിത്ര കുമിളിനെ കർഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നുണ്ട്. മെറ്റാറൈസിയം അനീസോപ്ലിയെ എന്ന മിത്ര കുമിളാണ്. ഒരു പച്ച നിറത്തോട് കൂടിയ കുമിളാണ് ഇത് നമ്മുടെ കീടങ്ങൾക്ക് രോഗം വരുത്തി നശിപ്പിക്കും. അപ്പൊ ഇതിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കാം. പൊടി രൂപത്തിലുള്ള മിത്ര കുമിളിന്റെ ആ ഒരു ഫോർമുലേഷൻ നമ്മൾ ഒരു 750 ഗ്രാം 250 മില്ലി വെള്ളവും ചേർത്ത് കുഴമ്പ പരുവത്തിലാക്കിയതിന് ശേഷം വളക്കുഴലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു അളവ് പറയുന്നത് ഏകദേശം ഒരു 250 ഗ്രാം 1 മീറ്റർ സ്ക്വയറിന് എന്നുള്ള ഒരു കണക്കിൽ അനുപാതത്തിൽ നമ്മൾ വളക്കുഴികളിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ ഇത് ചെയ്യുന്നത് വഴി നമ്മുടെ ചാണകക്കുഴികളിൽ ഈ മെറ്റാറൈസിയം എന്ന് പറയുന്ന മിത്ര കുമിളിന്റെ സ്പോറുകൾ ഉണ്ടാവുകയും അതിലുള്ള കുണ്ടളപ്പുഴുവിന് രോഗം വരുത്തി കൊല്ലാനും സഹായിക്കും. ഇതാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് മറ്റൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ ഈ കീടനിയന്ത്രണത്തിന് വേണ്ടി നടത്താവുന്ന ഒരു പ്രധാന കാര്യം. അപ്പൊ ഇതാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അഡൽറ്റ് ബീറ്റിൽസ്, അതായത് ഈ വണ്ടുകളാണ് തെങ്ങിനെ കുത്തി നശിപ്പിക്കുന്നത്. അപ്പൊ ആ തെങ്ങിലേക്ക് അത് വരാതിരിക്കാൻ വേണ്ടി അതിനെ മാറ്റി നിർത്താൻ വേണ്ടുന്ന ഏതൊക്കെ മാർഗങ്ങളുണ്ടോ അത് നമ്മൾ അവലംബിക്കണം. അതിന് പ്രധാനമായിട്ട് നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന എന്താണ്, പാറ്റ ഗുളിക അല്ലെങ്കിൽ നാഫ്തലിൻ ബോൾസ് നമ്മൾ നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള മടലിന്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം പാറ്റ ഗുളിക തീർച്ചയായിട്ടും ഇതിനെ മാറ്റി നിർത്തുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു എത്ര ദിവസം എന്നുള്ളത് മാത്രമേ നമുക്കൊരു പ്രശ്നമായിട്ട് വരാറുള്ളൂ. അപ്പൊ പാറ്റ ഗുളിക നമുക്ക് മടലിന്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് നമുക്ക് ഒരു 7 ദിവസം വരെ ഈ ചെല്ലികളെ മാറ്റി നിർത്താനായിട്ട് സഹായിക്കും. വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പാറ്റ ഗുളികയ്ക്കും അതിന്റേതായ ഫലമുണ്ട്. രണ്ടാമത് വേപ്പധിഷ്ഠിത കീടനാശിനികൾ. നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന വേപ്പിൻ പിണ്ണാക്ക്, ഉപ്പ്, മണല് തുല്യ അനുപാതത്തിൽ എടുത്തതിനു ശേഷം മിക്സ് ചെയ്ത് നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള മടലിനിടയ്ക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്കറിയാം എന്താണ് കൊമ്പൻ ചെല്ലിയുടെ, നിങ്ങൾക്ക് വണ്ടുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോയിൽ നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ തലയും ഉടലും ചേരുന്ന ഭാഗത്ത് ഒരു ചെറിയ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്കിൻ പോർഷൻ നമുക്ക് എക്സ്പോസ്ഡ് ആയിട്ട് കാണാൻ പറ്റും. അതിനിടയ്ക്ക് ഈ മണല് വീഴുകയാണെങ്കിൽ അത് മുറിപ്പാടുണ്ടാക്കുകയും തല അറ്റുപോകാനും അല്ലെ അതുവഴി ഇൻഫെക്ഷൻസ് ഒക്കെ എടുക്കാനും കാരണമാകുന്നത് കൊണ്ട് തന്നെ മണല് കലർന്ന മിശ്രിതം ഇടുന്നത് വളരെ ഫലപ്രദമാണ് കൊമ്പൻ ചെല്ലിയുടെ നിയന്ത്രണ മാർഗത്തിന്. ഇനി അതിരൂക്ഷമായിട്ട് ഏതെങ്കിലും ഒരു കൃഷിയിടത്ത് തുടർച്ചയായിട്ട് ചെല്ലിയുടെ ആക്രമണം നേരിടുന്ന ഒരു ഫീൽഡ് ഉണ്ടെങ്കിൽ, ഏത് തോട്ടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാസകീടനാശിനി പ്രയോഗത്തിലേക്ക് പോകുന്നത് തന്നെയാണ് ഉത്തമം. അപ്പൊ അതിനായിട്ട് നമുക്ക് കേരള കാർഷിക സർവകലാശാല റെക്കമെൻഡ് ചെയ്യുന്ന രാസകീടനാശിനികളാണ് കാർട്ടാപ്പ് ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുന്ന കീടനാശിനി. തരി രൂപത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ഫിപ്രോണിൽ എന്ന് പറയുന്ന ഒരു കീടനാശിനി. ഇത് ഉപയോഗിക്കേണ്ട അനുപാതം എന്ന് പറഞ്ഞാൽ 20 ഗ്രാം ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കീടനാശിനി എടുക്കുക. തരി രൂപത്തിലുള്ള കീടനാശിനിയാണ് 20 ഗ്രാം. ഒരു 200 ഗ്രാം മണലുമായിട്ട് മിക്സ് ചെയ്യുക. പലപ്പോഴും നമ്മൾ 20 ഗ്രാം എന്ന് പറയുമ്പോൾ അത് എങ്ങനെ എടുക്കണം എന്നൊരു സംശയം കർഷകർക്ക് ഉണ്ടാവാറുണ്ട്. അതിനൊരു എളുപ്പ മാർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ തീപ്പെട്ടിയിൽ കൊള്ളുമ്പോൾ നമ്മുടെ നിരമ്പരം എടുക്കുമ്പോൾ ഒരു 15 ഗ്രാമും അത് കൂമ്പേറ്റം എടുക്കുമ്പോൾ ഒരു 20 ഗ്രാമാണ്. അപ്പൊ ഏകദേശം ഒരു തീപ്പെട്ടിയിൽ കൊള്ളുന്നത് എടുക്കുക. 200 ഗ്രാം മണലോടൊപ്പം മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിനു ശേഷം മടലിനിടയ്ക്ക് നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള മടലിനിടയ്ക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത് പറയുമ്പോഴും നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. രാസകീടനാശിനിയാണ്. നേരെ ബെയർ ഹാൻഡ് വെച്ചിട്ട് വെറും കൈയോടുകൂടി നമ്മളിത് മിക്സ് ചെയ്യരുത്. ഒരു ഗ്ലൗസോ മറ്റോ ഉപയോഗിച്ച് വേണം ഇത് മിക്സ് ചെയ്യാനും നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ മടലിനിടയ്ക്ക് ഇടുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൊമ്പൻ ചെല്ലിയുടെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അടുത്തതായി രണ്ടാമത്തെ പ്രധാന കീടം എന്ന് പറയുന്നത് ചെമ്പൻ ചെല്ലിയാണ്.
നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ചെമ്പൻ ചെല്ലി കേൾക്കുമ്പോഴേ നമുക്കെല്ലാം അറിയാം, തെങ്ങിനെ മൂടോടെ നശിപ്പിക്കുന്ന, അപ്പാടെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു വണ്ടാണ് ചെമ്പൻ ചെല്ലി. കൊമ്പൻ ചെല്ലിയുടെ കൃത്യമായ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കുന്ന കൃഷിയിടങ്ങളിൽ ചെമ്പൻ ചെല്ലിയുടെ ആക്രമണം കുറവായിരിക്കും. പറയുന്നത് പോലെ തന്നെ ചെമ്പൻ ചെല്ലി എന്ന് പറഞ്ഞാൽ ചുവന്ന നല്ല ഓറഞ്ച് നിറത്തോടുകൂടി നല്ല സുന്ദരിയായ ഒരു വണ്ടാണ്. കൊമ്പൻ ചെല്ലിക്ക് വിപരീതമായിട്ട് ചെമ്പൻ ചെല്ലിയും മുട്ടയും കുഞ്ഞുങ്ങളും സമാധിദേശവും എല്ലാം തന്നെ തെങ്ങിൽ തന്നെയാണ് വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെങ്ങിന് മാരകമായി തീരാൻ ചെമ്പൻ ചെല്ലിയുടെ ആക്രമണം. അതുകൊണ്ട് വളരെ സീരിയസ് ആയി വേണം നമ്മൾ ചെമ്പൻ ചെല്ലി കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു, ഇതിന്റെ മുട്ടയിടുന്നതും, അതായത് കൊമ്പൻ ചെല്ലി ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ മുറിപ്പാട് വഴിയോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന മെക്കാനിക്കലായിട്ടൊരു ഇഞ്ചുറി ഉണ്ടാക്കുന്നത് വഴിയോ ആണ് ചെമ്പൻ ചെല്ലി തെങ്ങിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ തെങ്ങിനകത്തേക്ക് ആ മുറിപ്പാട് വഴി ഇത് മുട്ടയിടുകയും മുട്ട വിരിയുന്ന കുഞ്ഞുങ്ങൾ ഇതിനകത്തിരുന്ന് വളരുകയും അതിനകത്ത് മൊത്തം കാർന്ന് തിന്ന് അതിനുശേഷം അതിന്റെ സമാധി ദശയും നമ്മുടെ തെങ്ങിനുള്ളിൽ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചെമ്പൻ ചെല്ലി ആക്രമിക്കുന്ന തെങ്ങ് മൂടോട് നശിച്ചു പോകും എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാം, ചവച്ച് മൊത്തം അതിനകം മൊത്തം തെങ്ങിന്റെ തടി മൊത്തം ചോറായി മാറി കറുത്ത നിറത്തിൽ അതിനകത്ത് അതിന്റെ സമാധി ദേശ കൂട് കൂട്ടിയതുപോലുള്ള സമാധി ദേശ കാണാം, പുഴു കാണാം. ഈ പുഴുവിനെ നമ്മൾ പലപ്പോഴും എടുത്ത് നോക്കുകയാണെങ്കിൽ റബ്ബർ പോലെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നല്ലാതെ നമുക്കതിനെ കൊന്നുകളയാനായിട്ട് സാധിക്കാറില്ല. അത്രത്തോളം ഹാർഡിയായിട്ടുള്ള ഒരു പെസ്റ്റാണ് ചെമ്പൻ ചെല്ലി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചെമ്പൻ ചെല്ലിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് കൊമ്പൻ ചെല്ലിയുടെ എല്ലാ തരത്തിലുള്ള നിയന്ത്രണ മാർഗങ്ങളും ചെയ്യാം. ഏതെങ്കിലും ഒരു തെങ്ങിൽ ചെമ്പൻ ചെല്ലിയുടെ ആക്രമണം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തടിക്കകത്ത് ചെറിയ സുഷിരങ്ങൾ കാണാം, അതല്ലെങ്കിൽ കറയൊലിക്കുന്നത് പോലെ കാണാം. ഇങ്ങനെയുള്ള സിംറ്റംസ് ഉള്ള തെങ്ങുകൾ നമുക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആ തടിയോട് ചേർത്ത് നമ്മുടെ ചെവി ചേർത്ത് പിടിക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ വണ്ടിരുന്ന് തിന്നുന്നതായിട്ടുള്ള സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ആ മണ്ട വൃത്തിയാക്കിയതിനു ശേഷം കാണുന്ന സുഷിരങ്ങളിലൂടെയോ അല്ലെങ്കിൽ നാമ്പിലാണ് പ്രശ്നം, മണ്ടയിലാണെങ്കിൽ ആ മണ്ടയിലൂടെയോ രാസ കീടനാശിനി ഒഴിച്ചു കൊടുക്കുന്നത് വഴി മാത്രമേ നമുക്ക് തെങ്ങ് അതിന് ആക്രമണം രൂക്ഷമായിട്ടില്ല തുടക്കമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ തെങ്ങിനെ റിവൈവ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഇമിഡാക്ലോപ്രിഡ് 17.5 SL എന്ന് പറയുന്ന കീടനാശിനി മാജിക്, കോൺഫിഡോർ എന്നൊക്കെയുള്ള വിപണന നാമത്തിൽ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ആ കീടനാശിനി വാങ്ങിച്ചതിന് ശേഷം 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ആ കലക്കിയ മരുന്ന് ഹോളുകളിലൂടെ ഒഴിച്ചു കൊടുത്ത് ആ ഹോള് നിറഞ്ഞു നിൽക്കുന്നത് വരെ ഒഴിക്കുക. അതിനുശേഷം ആ ഹോള് അടച്ചു വയ്ക്കുക. മണ്ടയിലാണെങ്കിലും നമ്മൾ മണ്ടയിലൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത്തരത്തിൽ ചെയ്ത് 15 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിക്ക് അപ്പുറം ഡാമേജ് ഉണ്ടാവാത്ത ഒരു തെങ്ങാണ് തീർച്ചയായിട്ടും നമുക്കത് രക്ഷിച്ചെടുക്കാൻ സാധിക്കും. എല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കീട നിയന്ത്രണം മാത്രമേ നമുക്ക് തെങ്ങിനെ ചെല്ലിയിൽ നിന്ന് രക്ഷിച്ച് വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കാനായിട്ട് സഹായിക്കുകയുള്ളൂ. നന്ദി, നമസ്കാരം.